ഹൃദയത്തിലെ വിശ്വാസം പറയുന്നു. എന്താ വിശ്വാസം? ഇല്ല ഇല്ല, അവൻ എന്നെ ആദരിക്കുകയേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് കർത്താവിന് വാക്യം കണ്ടവർ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ എല്ലാവരും കൂടെ. ഇയ്യോബിന്റെ ചരിത്രം ഞാനിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം സ്തോത്രം ഈ അധ്യായത്തിനകത്ത് 23-ാമത്തെ അധ്യായത്തിനകത്ത് ദൈവത്തെ എവിടെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ എന്ന സ്തോത്രം ഓരോ ഭാഗത്തും ഇയ്യോബ് ഭക്തനാണ്, ദൈവത്താൽ അനുഗ്രഹീതനാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും സ്തോത്രം ഇയ്യോബ് ഓരോ ഭാഗത്തും ദൈവോന്മുഖമായിട്ട് അദ്ദേഹം ചിന്തിക്കുന്ന, അദ്ദേഹം മനസ്സുകൊണ്ട് കാണുന്ന ചില പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഇവിടെ ഈ 23-ാമത്തെ അധ്യായത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ചിന്ത ഇതാണ്, അദ്ദേഹത്തിൻ്റെ ഭാരം ഇതാണ്, അദ്ദേഹത്തിൻ്റെ സങ്കടം ഭയങ്കരമാണ്, കൊടിയ സങ്കടം. 23-ന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇന്നും എൻ്റെ സങ്കടം കൊടിയതാകുന്നു. നോക്കിയേ, ഇന്നും എന്നെഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഇത് കുറേ നാളായിട്ട് തീരുമെന്ന് ഓർത്തതാണ്, പക്ഷെ ഇന്നും ആ സങ്കടം അതുപോലെ നിൽക്കുകയാണ് എന്നല്ലേ ഇന്നും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. അപ്പോൾ കുറേ നാളായിട്ട് സങ്കടം വർദ്ധിച്ചു വരികയാണ്. വെറും സങ്കടമല്ല, കൊടിയ സങ്കടം. സ്തോത്രം. അത്ര വലിയ വിഷയം അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഉലച്ചിരിക്കുകയാണ്. ഇന്ന് ഈ സഭായോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വിശദീകരണം തരാം. എന്നാൽ തീരാത്ത സങ്കടവുമായി നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് പറയാം, അതും തീർക്കുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. സ്തോത്ര, ഹല്ലേലൂയ. അതിൻ്റെ പരിഹാരത്തിനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്തോത്രം ദൈവം ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരാ. ദൈവം സങ്കടം തീർക്കുന്നവനാണ്, പ്രശ്നം തീർക്കുന്നവനാണെന്ന് അറിഞ്ഞാൽ പോരാ. അതിന് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണമെന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. പൊതുവെ നമ്മുടെ പ്രസംഗങ്ങൾ മുഴുവൻ കേൾക്കുന്നത് പൊതുവായ അറിവ്, യേശു വിടുവിക്കുന്നവനാണ്, യേശു സൗഖ്യദായകനാണ്, യേശു സങ്കടം തീർക്കുന്നവനാണ്, യേശു രക്ഷകനാണ്, യേശു രാജാവാണ്, യേശു യോദ്ധാവാണ്, ഇതൊക്കെയാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, അവരവരുടെ സ്ഥിതി അനുസരിച്ചിട്ടാണ് യേശു ഏത് വിധത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നത്. ദൈവം യോദ്ധാവാണോ എന്ന് ചോദിച്ചാൽ സ്തോത്രം, ദൈവം ദൈവമാണ്. എന്നാൽ ചിലർക്ക് വേണ്ടി ദൈവം യോദ്ധാവാകും. 24 മണിക്കൂറും ദൈവത്തിന്റെ ഐഡന്റിറ്റി കാർഡിനകത്ത് യോദ്ധാവ് എന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവത്തെ സ്തോത്രം പരിചയപ്പെടുത്തുവാണെങ്കിൽ ദൈവം ദൈവമാണ്. ചിലപ്പോൾ ദൈവം ചിലർക്ക് വേണ്ടി യോദ്ധാവാകും. അതെങ്ങനെ ദൈവത്തെ യോദ്ധാവാക്കാം? അതിന് ഞാൻ വിഷയം വിടുകയല്ല. സ്തോത്രം. ഞാൻ ഇതിവിടെ ഇരിക്കട്ടെ, ഒരു വാക്ക് അത്ര അങ്ങ് പറഞ്ഞു വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. യെശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 42-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായം, 42-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീക്ഷ്ണതയെ ജ്വലിപ്പിക്കും. സ്തോത്രം. നോക്കണേ, ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യഹോവ വീരൻ, യോദ്ധാവ് എന്നൊക്കെ പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ്. സ്തോത്രം. അങ്ങനെ ഒരുപാട് പദങ്ങൾ ദൈവത്തിൻ്റെ അപാരത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. സ്തോത്രം. അതിനകത്ത് 2 പദങ്ങളാണ്, യഹോവ ഒരു വീരനെ പോലെ, യഹോവ ഒരു യോദ്ധാവിനെ പോലെ. അപ്പോൾ ദൈവമായ കർത്താവ് 24 മണിക്കൂർ യോദ്ധാവായിട്ട് യൂണിഫോം ധരിച്ചുകൊണ്ടിരിക്കുകയല്ല. തേജോമയനായിരിക്കുന്ന ദൈവം വസ്ത്രം ധരിക്കുന്നത് പോലെ വെളിച്ചം ധരിച്ച് സിംഹാസനത്തിൽ ഇരിക്കുക. എന്നാൽ ചില വേളയിൽ ദൈവം യോദ്ധാവായിട്ടുണ്ട്. യോദ്ധാവ് എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായോ? സ്തോത്രം, ഹല്ലേലൂയ. യോദ്ധാവ് എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജ്യം തെരഞ്ഞെടുത്താക്കി വെക്കുന്ന സൈന്യം ഉണ്ടല്ലോ, ആ സൈന്യം സ്തോത്രം ആയുധം കൊടുത്തിറങ്ങി വന്ന് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സൈന്യ തലവനാണ് യോദ്ധാവ്. ഹല്ലേലൂയ. അതെപ്പോഴാണ് ദൈവം യോദ്ധാവാകുന്നത്? അതിന് ഈ വാക്യം മാത്രം കണ്ടാൽ, അത് മാത്രം പറഞ്ഞ് സ്തോത്രം ചെയ്താൽ ഒക്കെയല്ല. ദൈവം യോദ്ധാവാകണമെങ്കിൽ മുകളിലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? മരുഭൂമിയും 11-ാം വാക്യം, അതിലെ പട്ടണങ്ങളും കേദാൽ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ, ശൈല നിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ. അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്തവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. അപ്പോൾ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും. യോഗത്തിന് വന്നിട്ടൊരു സ്തോത്രം പറയാതെ, സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സമയത്ത് മഹത്വപ്പെടുത്താതെ, ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ ഇത്രയും ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന എന്തിനാ ഇവിടെ? സ്തോത്രം.
ഓർത്ത് നോക്കി, എന്തിനാണ് ഇത്രയും മനോഹരമായിരിക്കുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്? ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം, ഇത്രയും നല്ല സ്തോത്രം കൊയർ, ഇത്രയും നല്ല ഇൻസ്ട്രുമെന്റ്, ഇതെല്ലാം ഇവരെ ആരെയും നമ്മൾ നേരത്തെ പോയി ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു നോക്കണം. സ്തോത്രം, ഷാജി പാസ് നിങ്ങൾക്ക് എന്നാ തരുന്നുണ്ട്, എന്ത് തന്നിട്ടാണ് നിങ്ങൾ വന്നതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു നോക്കണം. അവരൊന്ന് പറയട്ടെ. അത് സ്തോത്രം, ഇവർക്കൂടെ ഒന്നും കൊടുക്കുന്നതല്ല, ഇവരെ ഇന്റർവ്യൂ ചെയ്തെടുത്തതല്ല. നമ്മുടെ ഈ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആരെയും നമ്മൾ പരീക്ഷ എഴുതി ജയിപ്പിച്ചെടുത്തതല്ല. സ്വർഗസ്ഥനായ ദൈവം ഇവിടെ കൊണ്ടെത്തിച്ചതാണ്. ഇവരെല്ലാം ദൈവം ഇവിടെ തന്ന് പാടാനും പറയാനും വായിക്കാനും ഇതൊക്കെ കൈകാര്യം ചെയ്യാനും കൃപയുള്ളവരെ ദൈവം തന്ന് ഇത്രയും ക്രമീകരണം ഇവിടെ ചെയ്തു തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും പാടുന്ന കൂടെ നീയോടെ പാടിക്കോട്ടെ എന്നോർത്താ. തന്നെ പാടില്ലല്ലോ. ഇപ്പൊ 2 പേര് പാടി തന്നാൽ ആ കൂടെ പാടിക്കോട്ടെ എന്ന് ഓർത്തോണ്ടാണ് 3-4 പേര് ഇവിടെ നിരന്ന് നിന്ന് പാടുന്നത്. എന്നിട്ടും പാടിയില്ലെങ്കിൽ അങ്ങയുടെ കഷ്ടമെന്ന് വിചാരിച്ചാൽ മതി. സ്തോത്രം, മനസ്സിലായോ? എന്തിനാണ് ഇവിടെ ഈ കാര്യങ്ങൾ, ഈ താളങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്? സ്തോത്ര, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താൻ, കൈകൊട്ടി ആരാധിക്കാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയും. എന്നാൽ ഒരു താളം ഇട്ട് തന്നാലെങ്കിലും ആ കൂടെ സ്തോത്രം കൈയടിച്ചോളുമെന്ന് ഓർത്താണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും കൈ അനക്കുകയല്ലെങ്കിൽ സ്തോത്രം, നിങ്ങൾ ദൈവത്തെ യോദ്ധാവായി കാണുമെന്ന് ആയസി വിചാരിക്കണ്ട. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വേദനയുണ്ട്. ഇവർക്ക് വേണ്ടി എന്തിനാ യോദ്ധാവാകുന്നത്? എന്തിനാ ഒരാൾ യോദ്ധാവായി വരുന്നത്? എന്തിനാ യോദ്ധാവായി വരുന്നത്? ഈ സ്തുതിക്കുന്നവർക്ക് വിഷയമുള്ളത് കൊണ്ടല്ലേ ഇവർക്ക് വേണ്ടി അങ്ങനെ വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ സ്തുതിക്കുന്നവരാരാണ്? ഇവര് വിഷയമുള്ളവരാണ്, ഇവര് പ്രതിസന്ധിയുള്ളവരാണ്, ഇവര് പ്രതികൂലമുള്ളവരാണ്, ഇവർക്കെതിരെ ശത്രുവുണ്ട്, ഇവരെ ആരോ ഒതുക്കാൻ നടക്കുന്നുണ്ട്, ഇവർക്കെതിരെ ആയുധം ഉണ്ടാക്കുന്നുണ്ട്. അവരാണ് ഇപ്പോൾ ആയുധം നോക്കാതെ, എതിരാളിയെ നോക്കാതെ യഹോവയെ നോക്കി മഹത്വം കൊടുക്കുമ്പോൾ ഇവരല്ല യുദ്ധം ചെയ്യുന്നത്, അവനാണ് യോദ്ധാവായി വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കാം. ദൈവം നിനക്ക് വേണ്ടി ഒരു സൈന്യാധിപനായി വരണമോ? ദൈവം നിനക്ക് വേണ്ടി പടയാളിയെ പോലെ വരണമോ? ദൈവം നിനക്ക് വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി ഒരു കുതിരപ്പുറത്ത് യോദ്ധാവിനെ പോലെ ആരടാ എന്റെ കുഞ്ഞിനെ ഒതുക്കാൻ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വരണോ? അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നീ പ്രതിയോഗിയെ നോക്കരുത്, പ്രശ്നത്തെ നോക്കരുത്, നിന്റെ ദൈവത്തെ നോക്കണം. എന്നിട്ട് പറയണം, എനിക്ക് ചുറ്റും പ്രയാസമാണെങ്കിലും ഞാൻ എന്റെ ദൈവത്തിന് പാടും, എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും, എന്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിനക്ക് വേണ്ടി ദൈവ യോദ്ധാവായിക്കോളും. നിനക്ക് വേണ്ടി ദൈവ യോദ്ധാവായിക്കോളും. അപ്പൊ എല്ലാവർക്കും വേണ്ടി ദൈവം എല്ലാം ആവൂല. ദൈവം ഒരു ദൈവം നമുക്കുള്ളൂ. ആ ദൈവം വേണമെങ്കിൽ നിന്നെ സ്തോത്രം അമ്മയെ പോലെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരും. ചിലപ്പോൾ ഒരപ്പനെ പോലെ ശാസിക്കുന്നവനായിട്ട് വരും, ചിലപ്പോൾ ഇടയനെ പോലെ പരിപാലിക്കുന്നവനായിട്ട് വരും, ചിലപ്പോൾ യോദ്ധാവിനെ പോലെ യുദ്ധം ചെയ്യുന്നവനായിട്ട് വരും, ചിലപ്പോൾ വൈദ്യനെ പോലെ സൗഖ്യമാക്കുന്നവനായിട്ട് വരും, ചിലപ്പോൾ സ്നേഹിതനെ പോലെ നീ ഒറ്റപ്പെടുമ്പോൾ കൂടെ നടക്കാൻ വേണ്ടി വരും. അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ട്. ചിലപ്പോൾ എല്ലാരും കൂടി ചവിട്ടി താത്തി ചേറ്റിനകത്ത് താത്തിയിട്ടിരിക്കുമ്പോൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഹല്ലേലൂയ ആഴമുള്ള കിണറ്റിലേക്ക് ഇറങ്ങി ആളെ രക്ഷിക്കുന്നത് പോലെ നിന്നി കിടക്കുന്ന കുഴിയിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ കൈ നീട്ടി തന്നതിനെ രക്ഷിക്കാൻ ഇറങ്ങി വരും. അത് ഓരോ സന്ദർഭങ്ങളിൽ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ്. അതിന് വേണമെങ്കിൽ അത് അറിഞ്ഞ് ദൈവത്തോട് ഇടപെടണം. അങ്ങനെ ഇടപെടുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഈ ആളുകളെല്ലാം ആവേശത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. സ്തോത്രം. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അവർക്ക് അതത് സമയത്ത് അതത് അനുഭവങ്ങളാണ്. സ്തോത്ര, ഹല്ലേലൂയ. എൻ്റെ അടുക്കൽ എത്രയോ പ്രാവശ്യം ശാസിക്കുന്ന ഒരു ഗുരുവായിട്ട് ഈ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ സമയത്ത് എൻ്റെ തകർച്ചകളിൽ എന്നെ സ്തോത്രം ചുമലിൽ വഹിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ധാത്രിയെ പോലെ എന്നെ ചുമക്കുന്നവനായിട്ട് എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്.
ചില സമയത്ത് എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റിനെ പോലെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചിലരോട് സംസാരിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അല്പനേരം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ₹1 ഈ അടുത്ത കാലത്ത് എങ്ങാൻ അവർ ഈ കീബോർഡൊക്കെ വായിച്ചു കാണുന്നത് എത്ര കാലം കൊണ്ട് ചിട്ടി കൂടിയാലും വട്ടി കൂടിയാലും എത്ര കാലം കൊണ്ട് 2 സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന സന്തോഷിന് വേണ്ടി മറ്റൊരുത്തിനോട് സംസാരിച്ചത് ആരാ? ഞാനല്ല. സ്തോത്രം, ആരുമല്ല, ഈ സ്വർഗത്തിലെ ദൈവമാണ്. നീ ഇവിടെ കരയുമ്പോൾ നിന്റെ മകന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി മറ്റൊരുത്തിനോട് സംസാരിക്കാൻ നീ പോകണ്ട. അവൻ സംസാരിക്കും, ഇടപെടും. അതിനൊക്കെ അതതിന്റെ നടപടിയുണ്ട് സഹോദരങ്ങളെ. അതല്ലാതെ ആരാണ്ടേ നിർബന്ധത്തിന് നമ്മൾ എവിടെയോ പോയി ഇരുന്നത് കൊണ്ട് കഥയില്ല. ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവം അതത് സ്ഥാനത്ത് നമുക്ക് വേണ്ടി ഇടപെടും. നമ്മൾ എങ്ങനാണോ അതുപോലെ, നമ്മുടെ സ്ഥിതി എന്താണോ അതുപോലെ ദൈവം വന്നോളും. ദൈവമായ കർത്താവ് ചെയ്യാനിടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ചെയ്യാൻ ഇടയായിത്തീരും. സ്തോത്രം. ഒരു വീട് പോലെയാണ് ദൈവത്തിന്. ഈ ആത്മീകം എന്നൊക്കെ പറയുന്നത് എങ്ങനെ വലിയ വലിയ ഓഫീസ് പോലെയൊന്നും കാണരുത്. ഒരു വീടാണ്, വീട് പോലെ. വീട്ടിനകത്ത് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്? സ്തോത്ര, ഹല്ലേലൂയ. വീട്ടിനകത്ത് അങ്ങനെയൊക്കെയല്ലേ ഒരുമാതിരി ചെയ്യുന്നത്? സ്തോത്രം. നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ ഭർത്താവ്, സ്തോത്രം, സർക്കിൾ ഇൻസ്പെക്ടറാണെന്ന് വിചാരിച്ചോ? അങ്ങനെ ആരും ഇല്ലല്ലോ. സ്തോത്രം, സർക്കിൾ ഇൻസ്പെക്ടറാണെന്ന് വിചാരിച്ചോ? യൂണിഫോം ഇട്ട് മീശ പിരിച്ചാൽ അദ്ദേഹം വലിയ ആളാണ്. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് 2 പേരും കൂടി, ഭർത്താവിനും ഭാര്യയ്ക്കും കൂടി പെട്ടെന്ന് 10 മണിയാകുമ്പോഴേക്കും ഒരു സ്ഥലത്തേക്ക് പോകണം. രാവിലെ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. ആഹാരം, വേലക്കാരിയില്ല, ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ. അദ്ദേഹം ഒരുങ്ങാൻ വേണ്ടി തിടുക്കം പിടിക്കുമ്പോൾ നിങ്ങൾ പറയാനിരിക്കെ, സ്നേഹം ഉണ്ടെങ്കിൽ പറയാനിരിക്കെ, അച്ഛാ തോരനുണ്ടാക്കാൻ വേണ്ടി 1 മുറി തേങ്ങ ഇരണ്ടിത്താ എന്ന് പറയുമ്പോൾ SI സർക്കിൾ എന്തോ ചെയ്യും? സർക്കിൾ ആ സമയത്ത് ചിലവേ കയറും. കാരണം അതൊരു വീടാണ്. പോലീസ് സ്റ്റേഷനിൽ പുള്ളി തേങ്ങ അറിയേല, അത് വേറെയാണ്. പക്ഷെ വീടാണെങ്കിൽ അങ്ങനെ. ദൈവം സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് നോക്കിക്കൊണ്ട് കറക്കുന്നവനാ. പക്ഷെ ഇത് ദൈവസഭ വീടാണ്. ഇതിനകത്ത് വരുമ്പോൾ ചിലപ്പോഴൊക്കെ നിന്നെ തഴുകി തലോടി ഉറക്കം വരാത്ത രാത്രികളിൽ വിങ്ങിപ്പൊട്ടി കരയുമ്പോൾ, സ്തോത്രം, നിന്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ പതുക്കെ തലോടുന്ന ആരാ? സ്തോത്രം. അതുപോലെ ഒരമ്മയെ പോലെ ഈ ദൂതന്മാരുടെ ആരാധ്യൻ, ഈ രാജാതി രാജാവ്, ഈ സൈന്യങ്ങളുടെ യഹോവ, അതെ, അവൻ തന്നെയാണ്. ദൂതനല്ല, അവൻ തന്നെയാണ്. സൂക്ഷിച്ചു നോക്കിയാൽ ചിലപ്പോൾ ആണിപ്പാടുള്ള കരം കാണാം. പിശാചിന്റെ തലയെ തകർത്തവൻ എത്രയോ പ്രാവശ്യം. നീ ഒരു ദൈവത്തെ നിന്റെ അപ്പനായി കാണണം, സഭയെ നിന്റെ വീടായി കാണണം, ആത്മീകത്തെ ഒരു ഭവനാന്തരീക്ഷത്തിൽ കാണണം. ഈ കർത്താവ് ഇതെല്ലാം ചെയ്തു തരാൻ വിശ്വസ്തനാണ്. മടങ്ങി വരട്ടെ, സമയം അതിക്രമിക്കുന്നല്ലോ. യോബിന്റെ പുസ്തകത്തിലെ വാക്യം വായിച്ചുകൊണ്ട് ഇങ്ങനെ ഞാൻ സ്തോത്രം പ്രധാന ഭാഗത്തേക്ക് വരാം. അപ്പൊ യോബ് സങ്കടം കൊടിയതായപ്പോൾ കാണാൻ ആഗ്രഹിച്ചത് ആരെയാണ്? 3-ാം വാക്യം വായിച്ചേ. അവനെ എവിടെ കാണുമെന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞുവിടാം ഇടയ്ക്കൊന്ന് വലിച്ചിട്ട് പറയാ, കേട്ടെ. ഒത്തിരി സങ്കടം കൊടുമ്പിരി കൊള്ളുമ്പോൾ നമുക്കൊക്കെ ആരെങ്കിലും കാണണമെന്ന് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലറെ കാണണം. കാരണം നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ആൾക്കാരെ അകത്തേക്ക് വന്നപ്പോഴാണെന്നറിയാമോ, ഇനി ആരെയും കാണണ്ട, ആരോടും പറയണ്ട എന്ന് നിങ്ങൾ പറഞ്ഞ് ഉള്ളിലേക്ക് വലിയുന്നുണ്ടെങ്കിൽ ഓർത്തോളണം, നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത് നല്ല ശക്തിയല്ല, ഏതോ ചീത്ത ശക്തിയാണ്. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹിക്കുകയാണ്. ഒത്തിരി പ്രയാസം വന്നപ്പോൾ, ഒത്തിരി വേദന വന്നപ്പോൾ, സ്തോത്രം, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ കാണണമെന്ന് ആഗ്രഹിച്ചു. ഒരു ദൈവദാസൻ വീട്ടിലേക്ക് വന്നായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ ദൈവമേ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ആഗ്രഹിച്ച ആളുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടോ? ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാളല്ല. ആരെങ്കിലും ഒന്ന്, സ്തോത്രം, എൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് കർത്താവ് എൻ്റെ വീട്ടിലേക്കൊന്ന് വന്നായിരുന്നെങ്കിൽ. ഏറ്റവും പിരിമുറുകിയ സംഘർഷവേളകളിൽ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുക എന്ന് മനുഷ്യ സഹജമാണ്. അമ്മയെ കാണാൻ ആഗ്രഹിക്കും. ഏറ്റവും വേദന വരുമ്പോൾ അമ്മയുണ്ടെങ്കിൽ, ചിലപ്പോൾ ജീവിത പങ്കാളി, ചിലപ്പോൾ മക്കളെ.
ചിലപ്പോൾ ദൈവദാസന്മാരെ സ്തോത്രം ആഗ്രഹിക്കണം. അങ്ങനെ ഇല്ലാതെ ആരും കൂട്ടില്ല. എല്ലാ ശത്രുക്കളാണെന്ന് വിചാരിച്ച് നടക്കുന്നവർ ഭയങ്കര അപകടത്തിലാണ്. സ്തോത്രം ആഗ്രഹിക്കണം. ഇവിടെ സങ്കടം കൊടിയതായപ്പോൾ ഇയ്യോബ് എന്താ ചെയ്തേ? 3-ാം വാക്യത്തിൽ അവനെ ആരെ? ഈ സങ്കടം ഉണ്ടാക്കുന്നവൻ ഞങ്ങൾക്ക് കണ്ടായിരുന്നെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, ഇവിടെ ആരെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? എന്റെ ദൈവത്തെ, ഞാൻ ആരാധിച്ചവനെ, പണ്ട് എന്നെ കുറിച്ച് നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ആരാധിച്ച, എന്നെ വിളിച്ച, എന്നെ മെനഞ്ഞ എന്റെ രക്ഷകനെ, എന്റെ ദൈവത്തെ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. ഏറ്റവും പ്രയാസം വരുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം. ഏതെങ്കിലും ഉപദേശിയെ വീട്ടിലേക്ക് വിടണമെന്നല്ല, എനിക്ക് അങ്ങനെയൊന്ന് കാണണം. ഞാൻ ഈ പറയുന്നത് ആത്മീകത്തിൻ്റെ പോളിസി ആട്ടോ. സ്തോത്രം. വേറെ ആരെയും കണ്ടാൽ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെ നടന്നെന്നിരിക്കുകയല്ല. ഏറ്റവും ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഭയം, ഒന്നും നടക്കുന്നില്ലെന്നുള്ള തോന്നൽ, ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടുത്തില്ല എന്നുള്ള വിചാരം, ഇതൊക്കെ വരുമ്പോൾ ഈ മനുഷ്യന് തോന്നി, അവൻ എവിടാ, എനിക്ക് അവനെ ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു. സ്തോത്രം. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വെല്ലവാണി ചത്താ മതിയായിരുന്നു എന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അത് വേറെ കേസ്. പക്ഷേ ജീവിച്ചേ മതിയാകും. ഇവിടെ വെച്ചിന്ന് പകൽക്കാലം വന്നിരിക്കുന്ന ആർക്കെങ്കിലും ഭയങ്കര വേദനയുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കണം. ഞാൻ ഈ പറയുന്ന വാക്കുകൾ എടുത്തു തരുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകത്തിലെ വാക്കെടുത്ത് തരുമ്പോൾ ആഗ്രഹിക്കണം, എനിക്ക് അവനെ ഒന്ന് കണ്ടാക്കൊള്ളാം. 55 കൊല്ലം ഞാൻ ഒരുത്തനെ ആരാധിച്ചിട്ടുള്ളൂ. ഒരുത്തനെ മാത്രമേ ദൈവമേ എന്ന് വിളിച്ചിട്ടുള്ളൂ. കണ്ടതിനെ കാണുന്നതിനെ മുഴുവൻ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല. എല്ലാവരുടെയും മുമ്പിലേക്ക് ഞാൻ വണങ്ങി ചെന്നിട്ടില്ല. എനിക്കൊരു ദൈവമുള്ളൂ. പക്ഷെ ഇപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെയായി. എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വിഷയങ്ങൾ പോലെയായി. ഇവിടെ വെച്ച് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? എനിക്കൊന്ന് കണ്ടാക്കൊള്ളാം. ഹല്ലേലൂയ. ഇങ്ങനെ ആഗ്രഹിച്ച ആരെങ്കിലും ബൈബിളിന് വേറെയുണ്ടോ? സഹോദരന്മാരെ, സുവിശേഷകന്മാരെ, എന്റെ ചർച്ചിലെ എൽഡേഴ്സ്, നിങ്ങൾ ചിന്തിച്ച്, ഗ്രഹിക്കാൻ കഴിവുള്ള അമ്മമാരെ ചിന്തിച്ച്, ഇങ്ങനെയുള്ള വേദനയിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ? മോശയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദൈവം ഭയങ്കരമായിട്ട് സ്തോത്രം പിണങ്ങിയ ദിവസം, കാളക്കുട്ടിയെ ഉണ്ടാക്കി സ്തോത്രം എല്ലാരും കൂടെ അതിന്റെ മുമ്പിൽ താണ്ഡവ നൃത്തമാടിയ ദിവസം, സ്വർഗസ്ഥനായ ദൈവം പർവ്വതത്തിൽ വിളിച്ചു കയറ്റിയിരിക്കുക. അവിടെ വെച്ച് പറയേണ്ടത് മുഴുവൻ പറയുന്നതിനേക്കാൾ മുമ്പ്, എന്റെ ഭാഷയെ പറഞ്ഞാൽ പ്രോഗ്രാം തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവം പറഞ്ഞു, നിർത്തി പോക്കോ. നിങ്ങളെ ഭാഗം വായിച്ചിട്ടുണ്ടോ? വലിയ ഗഹനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാ മോശയെ വിളിച്ചത്. മോശ അവിടെ ചെന്ന് അവർ രണ്ടുപേരും കൂടി ചർച്ച തുടങ്ങുക. അങ്ങനെ തുടങ്ങിയ സമയത്ത് താഴെ ഇവര് കാളക്കുട്ടിയെ ഉണ്ടാക്കി. സ്തോത്രം. മോശ പെട്ടെന്ന് ദൈവത്തിന് മനസ്സിലായി, താഴെ നിൽക്കുന്നൊരു താളം തെറ്റിച്ചു. പെട്ടെന്ന് പ്രോഗ്രാം മാറ്റി വെച്ചിട്ട് മോശയോട് ദൈവം പറഞ്ഞു, നീ കൊണ്ടുവന്ന നിന്റെ ആളുകളെല്ലാം വലിയ പരിപാടി താണ നടത്തുക, അതുകൊണ്ട് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. സ്തോത്രം. എന്തൊക്കെയോ ഞാനിങ്ങനെ കാണുവാണ്. എൻ്റെ സ്വഭാവം അത് തന്നെയാണ്. ഈ വേദപുസ്തകത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് സ്തോത്രം ഞാൻ വല്ലാതെ അങ്ങ് ചിന്തിക്കും. ആശീർവാദം പറയുന്നതിനൊക്കെ എഴുന്നേറ്റ് പോകുന്നവരെ കണ്ടിട്ടില്ല. അതുപോലെ പരിപാടി തീർന്നൊന്ന് കൈ കൊടുത്ത് പൊക്കോളാനൊക്കെ പറഞ്ഞ് വിടേണ്ടതാണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് താഴെ നിൽക്കുന്ന പിള്ളേര് താളം തിരിച്ച് പറഞ്ഞു, വേഗം ചെല്ല്, മാരെല്ലാം കൂടി ഇനി അടുത്ത പണി ചെയ്യുന്നൊക്കെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ മോശ ഇടാപിടിയെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ സഹിക്ക വയ്യാതെ, അറിയാൻ നിങ്ങൾക്കത് കൽപ്പലക എഴുതി പൊട്ടിച്ചു, വലിയ പ്രശ്നമുണ്ട്. എല്ലാം കഴിഞ്ഞ് കൂടാരെടുത്ത് പുറത്തടിച്ച് വേദനപ്പെട്ടിരിക്കുന്ന സമയത്ത് സ്തോത്രം മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയാൻ തുടങ്ങി. കരയുമ്പോൾ പറഞ്ഞു, എന്നോട് കൃപയുണ്ടെന്നല്ലേ പറഞ്ഞത്. സ്തോത്രം. എൻ്റെ കൂടെ നിൽക്കാന്നല്ല, ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞ് ദൈവം ഒരു ധാരണയിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് പറയുകയാണ്, എനിക്ക് അങ്ങയെ കാണണം. അല്ലേ? വായിച്ചിട്ടില്ലേ? സ്തോത്രം. എനിക്ക് നിന്റെ മുഖം കാണണം. ഇത്രയും നാളും തോന്നാത്ത തോന്നൽ എന്താ ഇപ്പോൾ വന്നേ? സ്തോത്രം. ഇപ്പോൾ വന്നത് സംഭവമൊക്കെ ഒരു കോംപ്രമൈസ് ആയെങ്കിൽ ആകെപ്പാടെ പാളയത്തിലെ താളം തെറ്റി. ഞാനും കയറി പ്രശ്നം ഉണ്ടാക്കി, കൽപ്പലക എറിഞ്ഞ് ഒടിച്ചു. സ്തോത്രം. അവിടെ വെച്ച് സംഭവിച്ചത്,
യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കാൻ പറഞ്ഞു. ഞാനൊരു ആവേശത്തിൽ പറഞ്ഞു വാൾ ഊരി വെട്ടടാന്ന് പറഞ്ഞു. അവർ അച്ചാലും പുച്ചാലും വെട്ടി. വലിയ പ്രശ്നം നേരിട്ടു. ആകെപ്പാടെ എന്തായി മാറി. അവിടെ അതിനോട് ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നത്, ഇതെല്ലാം നടന്നു. ഒരു നേതാവിൻ്റെ മനസ്സിനകത്ത് കയറാവുന്ന എല്ലാ ഭാരവും കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിനി അങ്ങയെ കണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കൃപ തന്നതൊക്കെ ശരി, പാളയത്തിലെ പ്രശ്നം കോംപ്രമൈസ് ആക്കിയതും ശരി, സ്തോത്രം, ഈ കാര്യങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തിയതും ശരി, ഇതെല്ലാം ശരിയാണ്. സ്തോത്രം, എല്ലാം ശരിയാണ്. പക്ഷെ എനിക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങയെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ എൻ്റെ സന്ദർഭം മനസ്സിലാക്കേണ്ടത്. ദൈവം പറഞ്ഞ നീ എന്താ ചോദിക്കുന്നത്? അങ്ങനെ കാണാൻ പറ്റില്ല. ഇപ്പൊ കാണാൻ പറ്റിയ സമയമൊന്നുമല്ല. സ്തോത്രം, കാണാൻ പറ്റിയില്ല. നീ ചോദിച്ചു പ്രയാസമുള്ള സമയമാണ്. മോശ പിന്നെയും പെൺകുഞ്ഞുങ്ങളെ പോലെ കാലെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എനിക്ക് അങ്ങയെ കാണണം. അവസാനം ദൈവം സംബന്ധിച്ചു, ഇവിടെ ഒരു പാറയുണ്ട്, അതിനൊരു പിളർപ്പുണ്ട്, അതിനകത്തേക്ക് കയറി നിൽക്കുക. സ്തോത്രം, ഞാൻ കടന്നു പോകുന്ന കാണിക്കാം. സ്തോത്രം, എന്റെ പിൻഭാഗം കാണാം. അങ്ങനെയാണ് മോശ ഒതുങ്ങിയത്. ഇന്ന് പകലിൽ ഞാനത് അറിയാതെ കയറി വന്നൊരു വിഷയമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി ഒരു വക്കീലിനെ കണ്ടെങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നിയവരുടെ സഭായോഗം സ്തോത്രം ഹല്ലേലൂയ എപ്പോഴേ തീർന്നതാണെന്ന് അറിയാമോ? എന്നാൽ ഇപ്പൊ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ പിടിച്ചിരുത്തിയത് ദൈവമാണ് പറയുക, ഇനി മോനെ നിനക്ക് കാണാൻ ഒരുവനേ ഉള്ളൂ. ഇനി മിടുക്കൻ വക്കീലിനെ അല്ല, ഇനി വിദഗ്ധനായ ഡോക്ടറെ അല്ല, ഇനി കഴിവും കരുത്തുള്ളവനെ അല്ല. ഇപ്പൊ നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴി ദൈവം പറഞ്ഞു തരിക. ഇവിടെ വെച്ച് ദൈവത്തോട് പറ, ഇനി എനിക്ക് ജീവിക്കണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ, ഇങ്ങനെ പോകണമെങ്കിൽ എനിക്ക് അങ്ങയെ ഒന്ന് കണ്ടെങ്കിലേ പറ്റുള്ളൂ. ഹല്ലേലൂയ. മോശ ദൈവത്തോട് പറഞ്ഞു, യോബ് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് അങ്ങയെ കണ്ടെങ്കിലേ പറ്റുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ചിലർക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ആരെയൊക്കെ കണ്ടാലും പറ്റിയല്ല, ആരെയൊക്കെ കണ്ടാലും പറ്റിയല്ല. കർത്താവിന്റെ പാഠപീഠത്തിൽ കടന്നുകൊണ്ട് പറ, എനിക്ക് അങ്ങ് എവിടെയാണെന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. എനിക്കൊന്ന് ദൈവഹാലേലൂയ, ഞാൻ അതിനെ വീണ്ടും വീണ്ടും വ്യാഖ്യാനിച്ച് വലുതാക്കുകയല്ല. കർത്താവിന്റെ ആത്മാവിൽ നിങ്ങളോട് ചിലരോട് പറയാ, ദൈവം എവിടാണോ അവിടെ നീ ചെല്ലണം. ദൈവമുള്ള യോഗത്തിന് ചെല്ലണം, ദൈവമുള്ള സഭയിൽ ചെല്ലണം, ദൈവമുള്ള ആരാധനയിൽ ചെല്ലണം. നീ അവിടെ ചെന്നെങ്കിലേ ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ വാക്ക് നിങ്ങൾ ഒന്നുകൂടെ പറയും. ഞാൻ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്, ഞാൻ ഉപദേശമാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? സ്തോത്രം. ദൈവത്തെ വളച്ച് എന്റെ വീട്ടിൽ വരുവാണെങ്കിൽ ഞാൻ കാണാനല്ല, ഞാൻ അന്വേഷിച്ചിറങ്ങുകയാണ്. അങ്ങ് എവിടാന്ന് പറ. അങ്ങ് പെന്തിക്കോസ്തുകാരുടെ ഇടയിലാണോ? അങ്ങ് കരിസ്മാറ്റിക്കാരുടെ ഇടയിലാണോ? അങ്ങ് കണ്ണീരുള്ളവരുടെ ഇടയിലാണോ? അങ്ങ് എവിടാണ്? ഞാൻ അവിടെ വരാം, ഞാൻ അവിടെ വരാം. ഇന്ന് പകൽക്കാലം ആര് പറയൂ എനിക്ക് ദൈവത്തെ കാണണം, അതിന് ഞാൻ എവിടെ വരെ വരണം? എന്റെ കക്ഷത്തിൽ ഇരിക്കുന്നത് പോയാലും വേണ്ടില്ല, എന്റെ പേര് പാടത്തുനിന്ന് വെട്ടിയാലും വേണ്ടില്ല. ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങയെ കണ്ടിട്ടേ പറ്റുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. വെറുതെ ഞാനൊരു പ്രസംഗത്തിന് വേണ്ടി സമയം പാഴാക്കിയല്ല. എൻ്റെ ഒരു 5-6 വാക്യമുണ്ടത് പറഞ്ഞ് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന ഒരുവന് വേണ്ടി, ഇതിനകത്തൊരു 500 ചില ആൾക്കാർ കാണും. സ്തോത്രം. അവരുടെ പലരുടെ സമയം മാറ്റിയിട്ട് നിനക്കൊരാൾക്ക് വേണ്ടി പ്രസംഗം മാറ്റുകയാണ്. നീ തല കുനിച്ച് കടന്നു പോകരുത്, നിനക്ക് ദേതുമില്ലെന്നോർത്ത് കടന്നു പോകരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന് പരിഗണിക്കാനുള്ളവരാണ്. പക്ഷെ കർത്താവ് ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ 99 വിട്ടിട്ട് ഒരെണ്ണത്തിലേക്ക് തിരിഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന 100 കണക്കിന് ആളുകളുടെ വിഷയം മാറ്റിവെച്ചിട്ട് ഇന്നത്തെ സഭായോഗത്തിൽ അങ്ങേക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ നീക്കുകയാണ്. ഇനി പറഞ്ഞില്ലെന്ന് പറയരുത്, കേട്ടില്ലെന്ന് പറയരുത്. ഇന്ന് നിനക്ക് വേണ്ടി സ്വർഗ ഉപദേശം പറയുകയാണ്. അവൻ എവിടെയുണ്ടോ അവിടെ വരെ ചെല്ലണി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനുഷ്യൻ പറഞ്ഞത് കേട്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ഞാൻ വരച്ച വരയിൽ വരുത്തുമെന്നല്ല പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളുണ്ട്, അത് ദുർസേവകൾ നടത്തുന്ന ആളുകൾ അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദുർസേവകൾ നടത്തുന്ന ആളുകൾ, ചാത്തനെയും ചാമുണ്ടിയൊക്കെ സേവിക്കുന്ന ആളുകൾ, അവര് മകടി ഊതും, കബടി നിരത്തും. അപ്പോൾ അവര് വരച്ച പലകയ്ക്കകത്ത് അവരുടെ ദൈവം ഇറങ്ങി വരും അല്ലേ? അന്നറിയാൻ വയ്യാത്ത തങ്കക്കുടങ്ങൾ അവിടെ ഇരിക്കും.
സ്തോത്രം. അവൻ വിളിക്കുന്നിടത്ത് അവന്റെ ദൈവം വരും. അവൻ പറയുന്ന കൂട്ടിനകത്ത് അവന്റെ ദൈവം കയറും. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന ഉന്നതനായ ദൈവത്തെ നീ വിചാരിക്കുന്ന പലകെ കയറ്റാനും നീ വരച്ച വരയില് വരുത്താനും വിചാരിക്കണ്ട. അവൻ എന്ന് ഇയ്യോബിനെ പഠിക്ക്. അവൻ പറയുന്ന അങ്ങെവിടാന്ന് പറ, അങ്ങെവിടാന്ന് പറ, ഞാൻ അവിടെ വരാം, ഞാൻ അവിടെ വരാം. അങ്ങനെ പറയുന്നവരാണ് രക്ഷപ്പെട്ടവർ. ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നവർ ദൈവത്തെ വരച്ച വരയില് വരുത്തിയവരല്ല, ദൈവം എവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇറങ്ങി തിരിച്ചവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിനി മുന്നോട്ട് പോകാൻ ദൈവത്തെ കാണാതെ പറ്റത്തില്ല. എന്റെ വീട്ടിലെ വിഷയം തീരാൻ ഇനി എനിക്ക് ആരെയും കാണാനില്ല. ഇനി കെടുകെട്ടിയ പ്രസംഗികരോ ഇനി വലിയ രോഗശാല ഇവരൊന്നുമല്ല. എനിക്ക് ദൈവത്തെ കണ്ടെങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ എന്നൊരു വിഷയം കൊണ്ടാണ് നിങ്ങളൊന്ന് വന്നിരിക്കുന്നതെങ്കിൽ ആ വന്നവനെ ദൈവം ലക്ഷ്യമാക്കുക. ഞങ്ങൾ ഇന്ന് ഒഴിഞ്ഞു തരാം, ഞങ്ങളെ വിഷയം ഒന്ന് മാറ്റിവെക്കാം, ഞങ്ങളോട് അടുത്ത ആഴ്ച സംസാരിച്ചാലും മതി. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സമയം തരിക. നിനക്ക് തീരുമാനിക്കാമോ, എന്റെ കർത്താവേ അങ്ങ് എവിടെയുണ്ടോ അവിടെ ഞാൻ വരാം, ഞാൻ വരാം. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലായോ? സ്തോത്രം, 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 ഹല്ലേലൂയ. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ശനിയാഴ്ച വരെ വേദപുസ്തകത്തിൽ നിന്ന് പറയുകയും ഞായറാഴ്ച പാരമ്പര്യത്തിൽ നിന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്തോത്രം, ചിലപ്പോൾ അവിടെ ദൈവം തമ്പുരാൻ നിന്നിരിക്കുകയല്ല. അതുകൊണ്ട് വിഷയം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ, ജീവിതത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ പൊട്ടിച്ച് അപ്പുറത്തേക്ക് കയറണമെങ്കിൽ ഈ വാക്ക് അടിവരയിട്ടിട്ട് പ്രാർത്ഥിക്കുക. അങ്ങ് എവിടെ ഉണ്ടെന്നറിഞ്ഞെങ്കിൽ കൊള്ളാം. എന്തിനാ? എനിക്ക് അങ്ങയെ കാണാൻ, ഇനി മുന്നോട്ട് പോകാൻ. താളപ്പഴകൾ പലതും പറ്റി, അതിൻ്റെ നൊമ്പരങ്ങൾ എൻ്റെ അകത്തുണ്ട്. ഇനി എനിക്ക് പാളയത്തിലേക്ക് തിരിച്ച്, പാളയം എടുത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഭാഗമൊക്കെ, അതിന് കാണാൻ നേരമില്ല. കൂടാരം എടുത്ത് അദ്ദേഹം പുറത്തേക്ക് മാറ്റി അടിച്ചു. തിരിച്ച് പാളയത്തിലേക്ക് ചെല്ലണമെങ്കിൽ എനിക്ക് അങ്ങയെ കണ്ടിട്ടേ തിരിച്ചു കയറാൻ പറ്റുള്ളൂ. സ്തോത്രം. അങ്ങനെ ഒരു മനോഭാവത്തോടെ ഈ മനുഷ്യൻ പറഞ്ഞു. ചില വിഷയത്തെ നോക്കി സ്വർഗം പറയുന്നു, എന്നെ ഒന്ന് കണ്ടിട്ട് പൊക്കോ, ആ വിഷയം തീരുമെന്ന്. ദൈവം പറയുന്നു, കേട്ടോളണേ. സ്തോത്രം, ഹല്ലേലൂയ. പോകാൻ നേരത്ത് എന്നെ ഒന്ന് കണ്ടിട്ട് പൊക്കോ, നീ പോകുന്ന വഴിക്ക് ആ വിഷയം തീരും. എത്ര ആന ചുമടുള്ള വിഷയമാണെങ്കിലും ദൈവത്തോട് പറ, എനിക്ക് ദൈവത്തെ കാണണം. വീട്ടിൽ നിന്നുകൊണ്ട് പറ, എനിക്ക് ദൈവത്തെ കാണണം, എനിക്ക് ദൈവത്തെ കാണണം. ഏറ്റവും സ്നേഹിക്കുന്നത് ആരാണോ അവനെ കാണാനാണ് വേദനകളിൽ നൊമ്പരങ്ങളിൽ നമുക്ക് ആഗ്രഹം വരുന്നത്. ഈ മനുഷ്യൻ വേറെ ആരേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സ്തോത്രം, ഞാൻ ആ ന്യായാസനത്തിന് ചെല്ലായിരുന്നു. ഞാൻ ചുരുക്കി പറയാം, അവസാന ഭാഗത്തേക്ക് വരാം. സ്തോത്രം, അവൻ്റെ അടുക്ക ചെല്ലായിരുന്നു. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ സാധാരണക്കാരനെ പോലെ ചിന്തിക്കുക. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇവരൊക്കെ പറയുന്നത് പോലെ ബലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കുമോ? എന്നെ കൈ കിട്ടിയാൽ ഇവരെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്ക് ഏതാണ്ടും കുറ്റമുണ്ട്, എന്തോ വിഷയമുണ്ട്, ഞാൻ കുറ്റക്കാരനാണെന്നാണ് ഈ സ്നേഹിതർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം എന്നെ ബലാധിക്യത്തോടെ എങ്ങാൻ സ്തോത്രം എന്നോട് ഇടപെടുമോ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? തന്നെത്താൻ തിരുത്തുകയാണ്. ഒരാശങ്ക അകത്ത് വന്നാൽ ആത്മീകനാണെങ്കിൽ ആ നിമിഷത്തിൽ ദൈവാത്മാവ് തിരുത്താൻ അവസരം തരും. സ്തോത്ര, ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇപ്പൊ ചത്തുപോകുന്നു. സ്തോത്രം. പക്ഷെ ദൈവാത്മാവ് അകത്തുണ്ടെങ്കിൽ പെട്ടെന്ന് പറയില്ല, ഇപ്പൊ എങ്ങും ചാവിയല്ല. സ്തോത്രം. ഇവിടെ വേറെ ആരും പറഞ്ഞതല്ല, തന്നെത്താൻ പറയുകയാണ്, ഇല്ല, അവൻ എന്നെ ആദരിക്കുകയേ ഉള്ളൂ, അവൻ എന്നെ ആദരിക്കുകയേ ഉള്ളൂ. സ്തോത്രം. ഈ വാക്ക് പറഞ്ഞു ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചവൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? ന്യായാസനത്തിൽ ഇരുന്നുകൊണ്ട് എൻ്റെ കുറ്റമെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് എന്നെ ശിക്ഷിക്കാനായിരിക്കുമോ പ്ലാൻ? പറഞ്ഞില്ല, ഞാൻ അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ ദൈവം എന്നെ ആദരിക്കുകയുള്ളൂ, ദൈവം എന്നെ ആദരിക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്നവരെ രണ്ട് വാക്ക്, ഞാൻ ഒത്തിരി വാക്ക് എഴുതി, രണ്ട് വാക്യം പറഞ്ഞ് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. സ്തോത്രം.
ഈ വാക്ക് ആദരിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ അധ്യായത്തിനകത്തൊന്നും കണ്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് 42-ാം അധ്യായത്തിനകത്താണ് ആ പറഞ്ഞത്. നിങ്ങൾക്കറിയാം, എങ്കിലും 42-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിന് എന്താ എഴുതിയിരിക്കുന്നത്? 42. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകുറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. അടുത്തത്, എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. അടുത്തോടെ വായിച്ചു, 9 വായിച്ചു. അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫറും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഞാനൊരു കാര്യം പറയാം, ഈ മാർഗത്തിനകത്ത് അവനവന്റെ വാക്കാണ് ഏറ്റവും വലുത്. നാട്ടുകാർ മുഴുവൻ പറഞ്ഞ വാക്കിനേക്കാൾ, ശത്രു പറഞ്ഞ വാക്കിനേക്കാൾ, കണിഹം പറഞ്ഞ വാക്കിനേക്കാൾ, പ്രതിയോഗി പറഞ്ഞ വാക്കിനേക്കാൾ, മേലുദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കിനേക്കാൾ, ഡോക്ടർ പറഞ്ഞ വാക്കിനേക്കാൾ, നിന്റെ ഉപദേശി പറഞ്ഞ വാക്കിനേക്കാളൊക്കെ വലുത് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവനവന്റെ വാക്കിനാണ് ഇവിടെ പ്രാധാന്യം. അവനവൻ പറഞ്ഞു പിടിപ്പിച്ചാൽ പോക്കാണ്. ഇവിടെ പെട്ടെന്ന് തിരുത്താൻ ഒരു അവസരം കിട്ടി. ഇങ്ങനെ പെട്ടെന്ന് തിരുത്തിയ പല ആൾക്കാരും ഉണ്ട് വേദപുസ്തകത്തിൽ. പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ പറഞ്ഞു, സ്തോത്രം, ഇവരെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന്, അല്ല ഞാനല്ല, എന്നോട് കൂടെയുള്ള കൃപയത്രേ. അദ്ദേഹത്തിന് മനസ്സിലായി. വേണ്ടാന്നൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു കഴിഞ്ഞാൽ സ്തോത്രം പിന്നെ ഷുഗർ കൂടും, BP വരും, സ്തോത്രം പിന്നെ പ്രയാസമാവും, പിന്നെ ചപ്പാത്തി മാത്രം കഴിക്കാനേ പറ്റുള്ളൂ. കാരണം എന്താ? ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ചെയ്തതിൻ്റെ മുഴുവൻ കൂടി പുള്ളി പ്രശംസയോട് പറഞ്ഞു, എല്ലാവരേക്കാൾ അധികം എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിച്ചു? ഈ പത്രോസിനേക്കാൾ, അന്ത്രയോസിനേക്കാൾ, യോഹന്നാനേക്കാളൊക്കെ അധികം ചുരുങ്ങിയ നാളുകൊണ്ട് ഞാൻ തന്നെ. അത് ഇച്ചിരി സംഭവം പറയുന്നത് എന്താ പറഞ്ഞാൽ, ഈ പൗലോസിൻ്റെ അപ്പോസ്തോലത്വത്തെക്കുറിച്ച് കൊരിന്ത സഭക്കാർക്ക് വലിയ പ്രശ്നമായിരുന്നു. ആരാണ്ട് അവിടെ ചെന്നിട്ട് സഭയ്ക്കകത്ത് തന്നെ സ്തോത്രം വിഷവിത്ത് വാകിയോട് പറഞ്ഞു, ഈ പൗലോസ് നിങ്ങളെ എപ്പോഴും വന്ന് ക്ലാസ് എടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. പുള്ളി അപ്പോസ്തലനല്ലല്ലോ, പുള്ളി ഒരു സുവിശേഷകനായിട്ട് പരിഗണിച്ചാൽ മതി. സ്തോത്രം. കാരണം അപ്പോസ്തലനാകണമെങ്കിൽ യേശുവിൻ്റെ കൂടെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് പൗലോസിനെ കൊരിന്ത്യ സഭക്കാരുടെ ഇടയിൽ തന്നെ സ്തോത്രം തിരുത്തി. അങ്ങനെയുള്ള ആൾക്കാർ അന്നേ മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ തിരുത്തി. പൗലോസിനെ കാണുമ്പോൾ ഇവരെന്തായിരിക്കും പറയുന്നേ? അതൊന്നും അറിയാത്ത എനിക്കത് തെറ്റുപറ്റുന്നത് എപ്പോഴും. പൗലോസിനെ കാണുമ്പോൾ എന്താ പറയുന്നത്? അയ്യോ അച്ഛൻ്റെ ക്ലാസ്സും പ്രസംഗം എന്നെ നല്ലതാണ്. എന്നാൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് മറ്റവരോട് പറയും, ഇങ്ങനെ സുവിശേഷകനായിട്ട് കണക്കാക്കിയാൽ മതി, അപ്പോസ്തലനായിട്ട് കണക്കാക്കണ്ട എന്ന് അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് പൗലോസ് ഇടയ്ക്കിടയ്ക്ക് എഴുതുമ്പോൾ മനുഷ്യനല്ലേ എഴുതും. പന്നേരം എഴുതി, എൻ്റെ ഐഡൻറ്റിറ്റി കാർഡിനകത്ത് എഴുതിയിരിക്കും നോക്കണ്ട, പക്ഷെ ഇവരെല്ലാവരേക്കാൾ ആര് ഈ പറയപ്പെടുന്ന 1-ാം നിരക്കാരെല്ലാരേക്കാളും അധികം ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. അത് ശരിയാണ് താനും. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അകത്ത് ദൈവാത്മാവുണ്ടായിരുന്നു. അതാ ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, അകത്ത് പരിശുദ്ധാത്മാവില്ലാത്തവൻ വേണ്ടാത്തതെല്ലാം പറഞ്ഞു തനിക്ക് തന്നെ നാശം പറഞ്ഞു വയ്ക്കും. പക്ഷെ ദൈവാത്മാവ് ഉണ്ടെങ്കിലുള്ള ഗുണം, അബദ്ധം പറഞ്ഞാലും പെട്ടെന്ന് തിരുത്തും. സ്തോത്രം, ഹല്ലേലൂയ. പെട്ടെന്ന് തിരുത്തും. എന്തെങ്കിലും പറഞ്ഞു പോകാം, മനുഷ്യനല്ലേ, മനുഷ്യരുടെ ഇടയിലല്ലേ ജീവിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ചിലതൊക്കെ പറഞ്ഞു പോയേക്കാം, ചിലരൊക്കെ പ്രവൃത്തി കണ്ടാൽ പറയാനല്ല, ചിലതങ്ങ് ചെയ്യാൻ തന്നെ തോന്നിപ്പോകും. പക്ഷെ സ്തോത്രം, ചിലപ്പോൾ അബദ്ധത്തിൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ, പറയിപ്പിച്ചെന്ന് വേണം പറയാൻ, പറഞ്ഞപ്പോൾ അകത്ത് ദൈവാത്മാവിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ആത്മാവിനാൽ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാനല്ല പ്രവർത്തിച്ചത്, ഞാനല്ല അധ്വാനിച്ചത്, എൻ്റെ അകത്ത് ദൈവം നിന്ന് കൃപയത്രേ എന്നതുപോലെ തന്നെ ആശങ്ക ഉണ്ടായേക്കാം. എന്താണ് ആശങ്ക? എൻ്റെ കർത്താവ് എന്നെ ശിക്ഷിക്കുകയാണോ? എൻ്റെ ദൈവം എന്നെ ഇല്ലാതാക്കുകയാണോ? ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്നെ കർത്താവ് ഈ വിധത്തിലാക്കണോ ചോദിച്ച വഴി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അകത്തിരുന്ന ദൈവാത്മാവ് തന്നെ, അടുത്തു നിന്ന സ്നേഹിതനല്ല, കൂടെ കൊണ്ടു നടക്കുന്ന ഉപദേശിയല്ല, അവൻ തന്നെ അവൻ്റെ അകത്തിരുന്ന ആത്മാവ് അവൻ്റെ അകത്തിരുന്നുകൊണ്ട് പറഞ്ഞു, ഇല്ല, അവൻ എന്നെ ആദരിക്കുകയേ ഉള്ളൂ. സ്തോത്ര, ഹല്ലേലൂയ. അതൊത്തോ കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ 42-ാമത്തെ അധ്യായത്തിനകത്ത് സ്വർഗസ്ഥനായ ദൈവം അവനെ കുറ്റം പറഞ്ഞവരോട് പറഞ്ഞു, ഞാൻ അവനെ അനുഗ്രഹിച്ചു എന്നല്ല, ഞാൻ അവനെ ആദരിച്ചു.
ഇന്ന് പകൽക്കാലം നീ എന്ത് പറയുന്നു അത് സ്വർഗം കേട്ടോണ്ടിരിക്കുക. നിന്നെക്കുറിച്ച് ആളുകൾ പറയുന്നതല്ല, നിന്നെക്കുറിച്ച് നാട്ടുകാർ പറയുന്നതല്ല. നീ പറയണം, ഞാനൊരു അനുഗ്രഹമാണ്, ഞാൻ എൻ്റെ കാല് കുത്തുന്നിടത്ത് അനുഗ്രഹിക്കപ്പെടും, ഞാൻ ചെല്ലുന്നിടത്ത് ദൈവം ഹല്ലേലൂയ എന്നെ മാനിക്കാൻ തുടങ്ങും, ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലിക്കൂ, എന്നെ ദൈവം ഉപയോഗിക്കൂ, എനിക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിൽ തുറക്കും. എനിക്ക് പലരുടെയും പ്രവൃത്തി കണ്ടിട്ട് തോന്നിയിരിക്കുന്നത് ദൈവത്തിന് ഏതാണ്ട് ഭയങ്കര ഛേദമുള്ള പോലെ, വേണമെങ്കിൽ താ ചെയ്യാം, സ്തോത്രം എന്ന രീതിയാണ്. പക്ഷെ നമ്മുടെ മനസ്സറിഞ്ഞിട്ടാണ് ദൈവം ചെയ്യുന്നത്. ഞാൻ ഇന്നലത്തെയാന്ന് തോന്നുന്നു ഡെയിലി മെസ്സേജ് സ്തോത്രം അയച്ചു. എല്ലാ ദിവസവും അയക്കുന്ന മെസ്സേജ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ മെസ്സേജ് അയച്ചു. അതിനകത്ത് എഴുതി 39-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യം അങ്ങ് തോന്നുന്നു. ആ വാക്യം ഇതാണ്: ആർത്തിയുള്ളവന് അവൻ തൃപ്തി വരുത്തുന്നു, വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുന്നു എന്ന വാക്ക്. സ്തോത്രം. രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി നേരം പ്രാർത്ഥിച്ചിട്ട് ചുമ്മാ ബൈബിളിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് പ്രകാശിപ്പിക്കുന്നതാണ് ഡെയിലി മെസ്സേജ് ആയിട്ട് അയക്കുന്നത്. സ്തോത്രം. പെട്ടെന്ന് ആ വാക്ക് വായിച്ചപ്പോൾ എങ്ങനെയാണ്? ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നു. ആർത്തിയുള്ളവന് ദൈവം, ആർത്തിയുള്ളവന് തൃപ്തി വന്നോളൂ എന്നല്ല, ദൈവം വരുത്തുന്ന കാര്യം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ആർത്തിയുള്ളവനെ കണ്ട നമ്മൾ എന്താ പറയും? ആർത്തിയുള്ളവനെ കണ്ട നമ്മൾ എന്താ പറയും? സമൂഹത്തിന് ആർത്തിയുള്ളവനെ. അപ്പോൾ ആർത്തി എപ്പോഴാണ് മനസ്സാക്കാൻ പറ്റുന്നത്? ഈ പട്ടിണിയും പ്രയാസമൊക്കെ ഉള്ള കാലത്താണെങ്കിൽ ഓർത്തോളണം. അങ്ങനെയുള്ള സമയത്തൊക്കെ ആർത്തിയുള്ളവൻ, ഞങ്ങൾ വേണ്ട, ഞങ്ങളുടെ കാര്യം പറയണ്ട, സ്തോത്രം, എപ്പോഴും പറഞ്ഞാൽ ശരിയാവില്ല. സ്തോത്രം. ഓട്ടെ, നല്ല കാര്യം പറയാൻ വന്നതാണ്. സ്തോത്രം. പണ്ട് വേണ്ട, സ്തോത്രം. ഈ പിള്ളേരൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കാണാം, എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചില പിള്ളേർ പട്ടിണി കിടന്ന് ബുദ്ധിമുട്ട് ഒന്നും കണ്ടിട്ടില്ലാത്തതായിരിക്കാം. അപ്പം ഇവർ ആഹാരം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ വാ നിറച്ചിട്ട് അങ്ങ് തിന്നുന്ന കാണുമ്പോഴത്തേക്ക് നമ്മൾ അപ്പുറം ഈ എന്നെ ആർത്തിയാ ചെറുക്കനെ, അപ്പം അതൊക്കെ തിന്നടാ, ചില വെള്ളം കുടിക്കേ. അങ്ങനെയുള്ളവനെ കാണുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇവനൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, എന്താ ആർത്തിയാന്ന് പറയും. ആഹാരം കഴിക്കുന്ന കാര്യത്തല്ല, ആത്മീക വിഷയത്തിനകത്ത് ആർത്തിയുള്ളവനെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ആണോ അല്ലയോ എന്ന് എന്നോടല്ല, ബൈബിളിലെ വാക്യം നോക്കി പറയണം. ആർത്തിയുള്ളവനെ അല്ല എൻ്റെ സഭയിൽ നിന്ന് മുടക്കൂന്നല്ല എൻ്റെ ദൈവം പറഞ്ഞത്, ആർത്തിയുള്ളവനെ ഞാൻ തൃപ്തി വരുത്തും. ഏത് കാര്യത്തിൽ ആർത്തി? എനിക്ക് സുവിശേഷം പ്രസംഗിക്കണം, എനിക്ക് ചിലരെ നേടണം, എനിക്ക് കൈവയ്ക്കുമ്പോൾ സൗഖ്യമാകണം, എനിക്ക് കൃപാവരങ്ങൾ വേണം, എനിക്ക് ദൈവത്തെ ഉയർത്തണം, അതൊരു ആർത്തിയാകണം. മറ്റേ കാര്യത്തിനകത്ത് മാത്രം, ചിലരുടെ കാര്യത്തിനകത്ത് മാത്രമല്ല, ഈ കാര്യത്തിനകത്ത് ആർത്തി വരുമ്പോൾ സ്വർഗം നിശ്ചയിക്കും. ആർത്തിയുള്ളവരെ ഞാൻ തൃപ്തി വരുത്തും. വിശപ്പെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിശപ്പെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്തോത്രം. വിശപ്പില്ലാത്തവരെ ആകപ്പാടെ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, വിശപ്പില്ലാത്തവരെ ആകപ്പാടെ ഇഷ്ടപ്പെടുന്നത് ഹോം സ്റ്റേ നടത്തുന്നവരായിരിക്കും. കാര്യം 10 പിള്ളേരെ വളർത്തും, എടുക്കും, ഒരാൾക്ക് 3000 രൂപ വെച്ചായിരിക്കും. അപ്പം രാവിലെ ഉച്ചയ്ക്കൊന്നും ഈ അപ്പൻ കാശ് കൊടുത്തിരിക്കുന്നതല്ലേ. ഇവിടെ ചിലരുണ്ട് ഹോം സ്റ്റേ താമസിക്കുന്നവർ. ഇവരവിടെ പോയിട്ട് ഒന്നും കഴിക്കാതിരിക്കുവാണെങ്കിൽ ആ നടത്തുന്ന അമ്മാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. കാരണം 30 പിള്ളേർ താമസിക്കുന്നുണ്ട്, 3 കിലോ അരി കൊണ്ട് അവർ ഒരാഴ്ച തള്ളും. കാരണം നിങ്ങൾ കഴിക്കുകയല്ലോ. വിശപ്പില്ലാത്തവരുടെ ഇഷ്ടം അവർക്ക് മാത്രമാണ്. സ്തോത്രം. നിങ്ങളുടെ അമ്മയോട് ചോദിക്കണം, എനിക്ക് തീരെ വിശപ്പില്ല, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്. അമ്മ പറയുന്നത് എന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് വിശപ്പുള്ള പിള്ളേരെ ഇഷ്ടം. സ്തോത്രം. അല്ലേ? അല്ലേ? കല്യാണത്തിന് എന്നിട്ട് കാറ്ററിംഗുകാരനോട് ചോദിക്കണം, അവനെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക, ഉണ്ടാക്കുന്നവർക്ക് അറിയത്തുള്ളൂ, ഒത്തിരി സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുക, വന്നവരെല്ലാം കഴിക്കാതിരിക്കുക. അപ്പോൾ അവൻ ചോദിക്കാൻ, എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞാൽ പറയും, മേല ഇങ്ങനെയുള്ള കല്യാണത്തിന് ഞങ്ങൾ പിടിക്കരുത്, കാറ്ററിംഗ് നടത്താൻ, ഞങ്ങൾക്കിഷ്ടം വിശപ്പുള്ളവരെയാണ്. ദൈവത്തിന് ഇഷ്ടം വിശപ്പുള്ളവരെയാണ്. ആഹാരത്തിന്റെ കാര്യത്തിലല്ല, ആത്മീകത്തിന്റെ കാര്യത്തിലും വിശപ്പുണ്ടാകണം. സ്തോത്രം. ദൈവസന്നിധിയിൽ ഓർത്തോളണം, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹമാകത്ത് ആ വിശപ്പ് നിനക്കുണ്ടെങ്കിൽ ഞാൻ പറയാം, ദൈവത്തിന് അവരെ ഇഷ്ടമാണ്. സ്തോത്രം. ജീവിക്കണം, കർത്താവിനായി ജീവിക്കണം, സാക്ഷീകരിക്കണം, ചിലരെ ദൈവത്തിലേക്ക് നയിക്കണം എന്നൊക്കെ ഒരു വലിയ ആർത്തി അകത്ത് കയറിയാൽ അവരെ കൊണ്ട് ദൈവം അത് ചെയ്യിപ്പിക്കും. സ്തോത്രം. യോബിനെ ദൈവം ആദരിച്ചു. ഒരു വാക്കോടെ വായിക്കാം, 2 പറഞ്ഞിരുന്നു, ഒരെണ്ണോട് വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. അത് ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 17 ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് പറഞ്ഞങ്ങ് നിർത്താം. 1 ദിനവൃത്താന്തം 17 കൂടി വായിച്ചേ, 17 കൂടെ.
ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗൃഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യന്റെ ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യന്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു വാക്കോടെ വായിച്ചാൽ അത് ഈ കണക്കിടക്കണ്ട. രൂത്തിന്റെ പുസ്തകം 2:19 വായിച്ചാൽ, രൂത്തിന്റെ 19 വായിച്ചു, 2:19 വായിച്ചു, എല്ലാം കൂടി ചേർത്ത് വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. ആ സമയത്ത് സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിക്കൂ. സ്തോത്രം ബാക്കി കൂടി പറയാൻ വേണ്ടി പറഞ്ഞു. 2:19 അവളോട്, നീ ഇന്ന് എവിടെയായിരുന്നു എവിടെയായിരുന്നു വേല ചെയ്തത്? നിന്നോട് ആദരവ് കാണിച്ചവൻ ആരാണ്? അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. 3 കക്ഷികളെ ഞാൻ കൊണ്ടുവരികയാണ് ഇവിടെ. 1 സ്തോത്രം ഇയ്യോബ്, 2 ദാവീദ്, 3 രൂത്ത്. ഇവര് 3 പേരും അനുഗ്രഹിക്കപ്പെട്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്, ഇവര് 3 പേരും ആദരിക്കപ്പെട്ടു. ഇനി ഞാൻ പറയാം, ഇവര് 3 പേരും ആദരിക്കപ്പെട്ടത് ചുമ്മാ സിംപ്ലനായിട്ട് വന്നു പോയപ്പോഴല്ല. ഇവരാദരിക്കപ്പെട്ടത് ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത കഷ്ടതയിലൂടെ കുറെ കാലം ഇയ്യോബ് എന്ന് പറഞ്ഞ മനുഷ്യൻ നടന്നു. അത് കഴിഞ്ഞിട്ട് ഈ കഷ്ടത കഴിഞ്ഞിട്ട്, ഈ കഠിന ശോധന കഴിഞ്ഞിട്ട് പിന്നെ അനുഗ്രഹമല്ല, പിന്നെ ആദരവാണ്. ദാവീദ് രാജാവിന്റെ ജീവിതത്തിനകത്ത് 13 കൊല്ലം ശൗല് നിമിത്തം ഈ മനുഷ്യൻ വീട്ടിൽ കയറാതെ കഷ്ടപ്പെട്ടു. ഈ കഷ്ടം കഴിഞ്ഞപ്പോൾ പിന്നെ അനുഗ്രഹമല്ല, ആദരവാണ്. രൂത്ത് ഒരു കാലഘട്ടം മുഴുവൻ സ്തോത്രം ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ തന്റെ പ്രിയതമനെ നഷ്ടപ്പെട്ടിട്ട് വേണമെങ്കിൽ മോവാബിലൊരു വിവാഹം കഴിച്ച് അങ്ങനെ ജീവിച്ച് സാധാരണക്കാരിയായിട്ട് പോകാം. പക്ഷേ സ്തോത്രം ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അത് കേട്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവമുള്ളവരുടെ ഇടയിലേക്ക് ആ മകള് ചെന്നു. ഒരുപാട് കാലം ഒറ്റപ്പെട്ടു, തിക്താനുഭവങ്ങൾ നേരിട്ടു, കാലമിറക്കി കഞ്ഞി കുടിച്ചു. എന്നാൽ ഒരു ദിവസം സ്വർഗസ്ഥനായ ദൈവം തീരുമാനിച്ചു, ഇവിടെ അനുഗ്രഹിച്ചേക്കാന്നല്ല, ഇവിടെ ആദരിച്ചേക്കാം. ഞാൻ ഇന്ന് മകളക്കാരും പറയാം, കഷ്ടം വരുമ്പോൾ പിറുപിറുക്കാതെ, കഠിന ശോധന വരുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്തെ ആരെയും തപ്പിപ്പോകാതെ ദൈവത്തെ മാത്രം കാണാൻ ആഗ്രഹിച്ച് നിന്റെ ഭാഗത്ത് ദൈവത്തെ മുറുകെ പിടിച്ചു നിന്നാൽ ഈ ശോധന കഴിയുമ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്നത് അനുഗ്രഹമല്ല, ആദരവാണ്. ഈ പരിശോധന കഴിയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ആദരവാണ്. ഇന്ന് പകൽക്കാലം എന്നോട് പറയാൻ പറഞ്ഞ ദൂതിന്റെ ഒരു വാക്കിയാനിട്ട് കുത്തിടാം. ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവം ആദരിക്കാൻ സമയമായി. അനുഗ്രഹമല്ല ഇനി വരുന്ന ബ്രദറെ, നിന്നെ ഒത്തിരി അനുഗ്രഹിച്ചത് കൊണ്ടാണ് എന്റെ പിള്ളേര് പഠിച്ചത്, അനുഗ്രഹിച്ചത് കൊണ്ടാണ് നീ ഒരു സ്തോത്രം നല്ല വസ്ത്രം ധരിച്ചത്, അനുഗ്രഹിച്ചത് കൊണ്ടാണ് നീ അവരുടെ വാതിൽക്കൽ പോയി സ്തോത്രം ഹല്ലേലൂയ എന്താ പറയാ ഒരു ദാസി വേല ചെയ്യാതിരുന്നത്. അനുഗ്രഹിച്ചത് കൊണ്ടാണ് നീ ഇന്ന് ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടാതിരുന്നത്. ആ കാലം കഴിഞ്ഞു. ഇനി എനിക്ക് നിന്നെ ആദരിക്കണം. ശോധനകൾ ഏറ്റുവാങ്ങിയ, പരിശോധനകൾക്ക് വിധേയപ്പെട്ട, തീച്ചൂളക്കകത്ത് വെന്തുരുകിയ, എല്ലാരും പോയിട്ടും പോകാതെ അമ്മായിയമ്മയുടെ കൂടെ ദൈവകൃപയിൽ പറ്റിച്ചേർന്ന് നിന്ന് പലരും കൈ കാണിച്ചിട്ടും കണ്ണ് കാണിച്ചിട്ടും ആ വഴിക്ക് തിരിയാതിരുന്ന് നിന്നെ എനിക്ക് ആദരിക്കാനുണ്ട്. ആദരവിന് ശേഷം ഹല്ലേലൂയ. ആദരവിന് ശേഷം കിട്ടുന്നത് കഞ്ഞി കുടിക്കാനുള്ള വകയല്ല, ലോൺ അടയ്ക്കാനുള്ള വകയല്ല. ആദരവിന് ശേഷം ഇവർക്ക് 3 പേർക്കും കിട്ടിയത് സ്തോത്രം ഹല്ലേലൂയ ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടല്ല. പിന്നെ ഇവരെയൊക്കെ കാണുന്നത് എവിടെന്ന്? ദൈവം ആദരിച്ച പിന്നെ അതിനപ്പുറം നിന്നെ കാണുന്നത് നിന്റെ ആ പഴയ സെറ്റിൽമെന്റിനകത്തല്ല. രൂത്തിനോട് ചോദിക്കുക, ആദരിച്ചതിന് ശേഷം നീ എങ്ങനായിരുന്നു? അവൾ പറയും, സ്വപ്നം കാണുകയാണോ എന്ന് വിചാരിച്ചു. ഇത്ര വലിയൊരു കൊട്ടാര തുല്യമായ വീട്ടിലേക്ക്, ഇത്ര വലിയൊരു ബോവസിന്റെ കൂടെ, ഇത്ര വയലിന്റെ അവകാശിയായി സ്തോത്രം ഹല്ലേലൂയ ഞാൻ ആ വയലിൽ ചെന്നത് അവിടെ നിൽക്കുന്നവരെ കൊച്ചമ്മേ എന്ന് വിളിച്ചോണ്ട് ഇന്ന് അവരെന്നെ പ്രായം ചെറുതാണെങ്കിൽ
രീതിയിൽ എന്നെ കൊച്ചമ്മേന്ന് വിളിക്കത്തക്ക രീതിയിൽ ആദരവിനപ്പുറം ദൈവം കരുതി വെച്ചത് എന്താണെന്നറിയാമോ? നിനക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തതാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പിടിച്ചു നിൽക്കുന്നവരോട്, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരോട്, കർത്താവിന്റെ കാൽക്കൽ വീണ് കിടക്കുന്നവരോട്, സ്വർഗസ്ഥനായ ദൈവത്തെ വലുതായി കാണുന്നവരോട്, സ്വന്തം കുറ്റമോർത്ത് വിലപിക്കുന്നവരോട്, എന്റെ ദൈവത്തെ കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അട്ടമണ്ടായി തീരുമാനമെടുക്കുന്നവരോട് പരിശുദ്ധാത്മാവിന് പറഞ്ഞു വിടാനുള്ളത്, നിന്നെ ആദരിക്കാൻ സമയമായി. നിന്റെ മക്കളുടെ മുൻപിൽ വെച്ച്, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ വെച്ച്, നിന്റെ എതിരാളിയുടെ മുമ്പിൽ വെച്ച്, നിന്നെ അടങ്കം പടങ്കം കുറ്റം പറഞ്ഞ നിന്റെ സ്നേഹിതരുടെ മുമ്പിൽ വെച്ച്, എന്റെ ദൈവം ആദരിച്ചവരോട് ചോദിക്ക്. അനുഗ്രഹിച്ചവരുമുണ്ട്, ആദരിച്ചവരുമുണ്ട്. ആദരിച്ചാൽ എന്റെ കൂടെ പുറത്ത്, ആദരിച്ചാൽ സ്ഥിതി എന്താകുമെന്നറിയോ? പിന്നെ നീ ജീവിക്കുന്നവനായിരിക്കില്ല, നിന്നെ കൊണ്ട് ചിലർ ജീവിച്ചോളൂ. നീ ആയിരിക്കും നിന്നെ കാര്യം നടത്തുന്നത്, നീ ആയിരിക്കും നിന്നെ കാര്യങ്ങൾ നടത്തുന്നത്. ആദരവ് വരാതിരിക്കുന്നു പിടിച്ചു നിന്നവർക്ക് വേണ്ടി. ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് പറഞ്ഞിട്ടേ പോകാവൂ. ഈ കഷ്ടത തീരുമോ എന്ന് ഞാനോടും ചോദിക്കാൻ നടക്കരുത്. നീ ഒറ്റ വാക്കി പറയണോ, എന്റെ ദൈവം ആദരിക്കുമോ? നിങ്ങളുടെയൊക്കെ മുമ്പിലിട്ട് ആദരിക്കുമോ? ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ പകൽക്കാലം ഇവിടുന്ന് പോകുമ്പോൾ മാത്രമല്ല, എവിടെ ചെന്നാലും നമ്മൾ തുടക്കം മുതൽ കേട്ടത് കുറെ ശരികൾ കണ്ടേക്കാം. നിനക്ക് പ്രശ്നമുണ്ട്, നിന്റെ വീട്ടിൽ ഭൂതബാധയുണ്ട്, അന്ധകാര ശക്തികൾ കയറിയിറങ്ങും, ഇതൊക്കെ ശരിയായിരിക്കും സിസ്റ്റർ. പക്ഷെ ദൈവം പറയുന്നു, നീ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ്, നീ ദൈവത്തിന്റെ മകനാണ്. എനിക്ക് നിന്നെ ഇനി അനുഗ്രഹിക്കാനല്ല ഉള്ളത്, ആദരിക്കാനാണുള്ളത്. ആദരവിന് സമയമായി. അതിന്റെ മണിമേട കെട്ടാൻ തുടങ്ങി, അതിന്റെ പടകപതി മുഴങ്ങാൻ തുടങ്ങി. കാലം മാറാൻ പോകുകയാ. ഹല്ലേലൂയ. അവസാനമായി മലാക്കി പ്രവചനത്തിൽ വായിക്കുന്നു, എന്റെ ജനം ആരാധിക്കുമ്പോൾ പറയാ, ഒരപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്ത മകനെ ആദരിക്കുന്നത് പോലെ എന്റെ ദൈവം സ്വർഗത്തിൽ മണിമാളികയിൽ നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. സുവിശേഷം പറഞ്ഞവരെ, സുവിശേഷത്തിന് വേണ്ടി നിന്ദിക്കപ്പെട്ടവരെ, ഒറ്റപ്പെട്ട് നിന്നവരെ, ദൈവത്തിന്റെ പക്ഷത്ത് നിന്നവരെ, അവരോട് ദൈവം പറയുന്നു, അവിടെ സ്വർഗം നിന്നെ അനുഗ്രഹിക്കാനല്ല, അവിടെ പന്തല് കെട്ടുന്നത് ചിലരെ